ഇങ്ങോട്ടോ ഇതാണ് നിങ്ങളുടെ റൂം കേട്ടോ. ഇതാണ് റൂം. ഇത് തുറക്കരുത്. ഇതിൽ ബാക്കി 3 പേരും വരാണ്ട്. പിന്നെ കിച്ചണും ബാത്റൂമും ഒക്കെ അവിടെ ഉണ്ട്. അത്യാവശ്യം ചെറിയ ചായകളൊക്കെ വെച്ച് കുടിച്ചോ. ഭക്ഷണം ഉച്ചയാകുമ്പോൾ ഞാൻ കൊടുത്തരാം. വേഗം കാര്യങ്ങൾ വേഗം നീക്കുക. ഓക്കെ. പ്രകാശ സതീഷ്, രണ്ടുപേരും നാളെ രാവിലെ 7 ആകുമ്പോൾ റെഡി ചെയ്ത് നോക്കും. ഇന്ന് എന്തായാലും റെസ്റ്റ് എടുത്തു. നമ്മൾ യാത്ര ചെയ്ത് പോകുന്നല്ലേ. ഞാൻ എന്തായാലും പോട്ടെ. അപ്പൊ ചായ എടുത്താ ഞാൻ രാവിലെ ഉറപ്പായിട്ടും വരും കേട്ടോ. ചായ വയ്ക്കാൻ മറക്കണ്ട. എന്താണ് കളിച്ചത്? നിനക്കറിയണല്ലടാ, ഞാൻ കണ്ടില്ലെന്ന് വിചാരിച്ചടാ നീ. എന്താണ് കാര്യം പറയടാ. എന്താണ് കാര്യം പറഞ്ഞാൽ ഞാൻ എനിക്കത് അടിക്കാൻ കിട്ടൂല. മനസ്സിലായി? എന്താണ് ചേച്ചി അവിടെ എന്തൊരു ബഹളം? എന്തോരം എപ്പോ തുടങ്ങിയ ബഹളമാണ് മോളെ. ഒരുപാട് ആൾക്കാരൊക്കെ നോക്കാല്ലേ. വാ ഒന്ന് നോക്കാം. ഒന്ന് ഓർഡർ ചേച്ചി, ഞാൻ സാമൂൽ സാറിന്റെ പണിക്കാരനാണ്. ഓ, സാമൂൽ സാറിന്റെ പണിക്കാരനാണോ? ഞാൻ വിളിക്കാം ഇപ്പൊ തന്നെ. എൻ്റെ കയ്യിലുണ്ട് നമ്പർ. ചേച്ചി ഇച്ചിരി വെള്ളം കിട്ടുമോ? സാമൂൽ സാറ്, നിങ്ങളുടെ പണിക്കാരെല്ലാം കൂടെ ഇവിടെ തല്ല് കൂടിയിട്ട് ഇവിടെ ഒരാളെ അടിച്ച് അവസരമാക്കി ഇട്ടിട്ടുണ്ട്. ഒന്ന് പെട്ടെന്ന് വരുമോ? ഓക്കെ. ചേട്ടാ എനിക്ക് ഇച്ചിരി വെള്ളം കുടിക്കാം. വെള്ളം കുടിക്കും. ഏത് ദുഷ്ടകാലനാടാ ഈ ഭീമനെ പോലെ ഇരിക്കണേ, എല്ല് പോലെ ഇരിക്കണേ. ഭീമൻ വലിക്കൊന്നൊക്കെ ദൈവമേ, ആ ഭീമനാണ് ഈ എല്ല് പോലത്തെ. പോട്ടെ മോനെ, പോട്ടെ. കുടിച്ചോ, വെള്ളം കുടിച്ചോ. മതിയാ? എന്തിനാടാ ഭീമ നീ ഇതിനെ തല്ലി പാകാക്കണ എല്ല് പോലെ? വല്ല കാര്യമുണ്ടാ? സാമ്പോൾ സാർ വരുന്നത് വരെ ഉണ്ടല്ലോ, ഇനി അവിടെ ദേഹത്തോ ഒറ്റ എണ്ണം തൊട്ട് പോരല്ലോ. മാറിപ്പോടോ, മാറിപ്പോ. പോയേച്ചി. സതീഷ, പ്രകാശ, എന്താ പറ്റിയ? ഇവനെന്നെ തല്ലി സാറേ. ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം, ഒറ്റ മിനിറ്റ്.
സാറേ ഇത് കണ്ട, ഞാൻ 10 രൂപ കൊടുത്ത് മേടിച്ച വെളിച്ചെണ്ണയാണ്. ആ വെളിച്ചെണ്ണ ഇയാൾ എന്റെ അടുത്ത് ചോദിക്കാണ്ട് എടുത്ത് തലേ പരട്ടി. ഇതിനാണോ നീ മേടിച്ചത്? അയ്യേ, ഈ കാലത്ത് ഇവൻ പറയുന്നത് കേട്ടപ്പോ ഏതാണ്ട് ആണോടാ നീ അടിച്ചത്? പെണ്ണുങ്ങൾ എന്തിനാ കല്യാണം നിർത്താൻ നിങ്ങൾക്ക് എന്തിനാ അവകാശം? അല്ലെങ്കിൽ ശരിയാണല്ലോ. നിങ്ങൾ ഈ പെണ്ണുങ്ങൾ എന്തിനാണ് ഈ ആണുങ്ങളെ കൈവെക്കണത്? നമ്മൾ എന്തുകൊണ്ടാണ് ആണുങ്ങളെ ബഹുമാനിക്കണമെന്ന് അറിയാമോ? പെണ്ണുങ്ങള് നമ്മുടെയൊക്കെ അച്ഛന്മാർ ആണുങ്ങളാണ്, അതുകൊണ്ടാണ് നമ്മൾ ഈ ആണുങ്ങളെ ബഹുമാനിക്കണത്. ആണുങ്ങൾ പെണ്ണുങ്ങളെ ബഹുമാനിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാവോ? അവരുടെയൊക്കെ അമ്മമാരായിട്ട് സ്ത്രീകളെ കാണുന്നതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? നിനക്ക് നാണം ഉണ്ടോടാ ഈ പാവത്തിനെ തല്ലി ചതയ്ക്കാനായിട്ട്? നിങ്ങൾ ഒന്നും അല്ലെങ്കിൽ ഒന്നിച്ച് പണിയെടുക്കുന്നവരല്ലേ? ഒരു മര്യാദ ഉണ്ടോ നിനക്ക്? കൊടുത്തോണ്ടല്ലോ ഇവന് ഇനി തള്ളിട്ട് കാര്യം നാണം കെട്ടാനാ. ഇപ്പൊ പാവപ്പെട്ടാൻ അടിച്ച് കയറ്റിട്ട് ഇവന് കെട്ടിയതൊക്കെ ഇല്ലാണ്ടോ അവന് നിനക്ക് തല്ലാൻ ഏൽപ്പിച്ച പാവം. ഹോസ്പിറ്റലിൽ കൊണ്ടാണോ? ചേച്ചി വണ്ടി വിളിക്കും. കഷ്ടമുണ്ട്. എന്താണ് ശീല ഈ ഒരു പാവപ്പെട്ടവനെ അടിച്ച് തകർത്തൊന്നും പറഞ്ഞിട്ടുള്ളത്? ആ പിന്നെ അവിടെ എല്ലാരും അറിഞ്ഞില്ലേ, റോഡിൽ എല്ലാരും അറിഞ്ഞില്ലേ? ഇത് എന്ത് ഉപദ്രവമാണ്, ഇത് എന്തുവാണ് സാമൂഹില്ലേ നിന്റെ കൊടുത്തിട്ടുണ്ട്. കൊടുത്തിട്ടുണ്ടോ? ഇതാണ് നമ്മുടെ നാട്ടിലുള്ള കുഴപ്പം. ഒരു കാര്യം അറിയുന്നതിന് മുമ്പേ കയറി അങ്ങ് മേയും ഒരു ഏത് പാവപ്പെട്ടവനും നോക്കാതെ. ഈ മൊട്ടത്തല പോലെ ഇരിക്കുന്ന തലയില് മുടിയില്ലാത്ത കൊടുത്ത് നിനക്ക് എന്തിനാണ് എണ്ണ?